നോയ്സ് മാസ്റ്റർ ബഡ്സ് മാക്സ് ട്യൂൺഡ് ബൈ ബോസിൻ്റെ സൗണ്ട് സിസ്റ്റം ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ ഒരു ബ്രദറിൻ്റെ വീട്ടിൽ ആൾ വാങ്ങിച്ചിട്ട് ചെന്നൈയിൽ അവിടെ വെച്ച് കേട്ട ഒരു എക്സ്പീരിയൻസ് മാത്രമേ എനിക്കുള്ളൂ. അതിൽ തന്നെ ഞാൻ ശരിക്കും ഫാനായിരുന്നു. അതൊരു ഹോം തിയേറ്റർ ആയിരുന്നു. ആ കാലത്ത് തന്നെ ആ സിസ്റ്റത്തിന് ഏതാണ്ട് ഒരു 2-3 ലക്ഷം രൂപയുടെ വിലയുണ്ടായിരുന്നു. ഇത് ഞാൻ പറഞ്ഞ കളറല്ലേ ഇത്? യെസ്, ടൈറ്റാനിയം എഡിഷനാണ്. മാസ്റ്റർ ബഡ്സ് മാക്സ് ടൈറ്റാനിയം വിനൈൽ റെക്കോർഡ്സിൻ്റെ ഒരു സിമ്പിൾ. ഈ അടുത്ത കാലത്തായിട്ട് അധികം റിവ്യൂസ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ അങ്ങ് നഷ്ടപ്പെട്ടു. ഇവിടെ ആപ്പിളിനെ പോലുള്ളൊരു പരിപാടിയൊക്കെ ഉണ്ട്. സാറ്റിസ്ഫൈങ് ഓപ്പണിങ്. എനിക്ക് പ്ലാസ്റ്റിക് അങ്ങനെ ഇറിറ്റേറ്റിംഗ് ആണ്. ആ ഒരു കാര്യത്തിലാണ് ആപ്പിളിനെയൊക്കെ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. അൺവെയിൽ ദ മാസ്റ്റർ. സോ ഇത് വേറെ ലെവൽ പാക്കേജിങ് ആണ്. ബോസിൻ്റെ ഒക്കെ ഒരു ക്വാളിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഡിസൈനും അങ്ങനെയാണ്. ഞാൻ ഇന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു ഇതിൻ്റെ ടെസ്റ്റിംഗ് വീഡിയോസ്, ഇതിൻ്റെ സ്ട്രെങ്ത് ഒക്കെ ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് ഉരിച്ച് കളയാം. സോ സംഭവം അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ അതിൻ്റെ അകത്തുള്ള കുഷനൊക്കെ നമ്മൾ ആപ്പിളിലൊക്കെ ഉള്ള പോലുള്ളൊരു കുഷനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ കേബിൾസ്, അതുപോലെ ഒരു പൗച്ചും ഉണ്ട് അതിട്ട് വയ്ക്കാനായിട്ട്. വാ, ഇതിലിട്ട് വെച്ചാൽ നമ്മൾ ക്യാരി ബാഗിലൊക്കെ ഇട്ട് വയ്ക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ ഇതിരുന്ന് വളഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. എന്തെങ്കിലും വെയിറ്റൊക്കെ എടുത്ത് വെച്ച് കൊടുക്കുമ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ ഇത് കേബിൾസ്, ഇതിലൊരൊറ്റ കേബിളേ ഉള്ളൂ. നോയ്സിൻ്റെ ഒരു സ്റ്റിക്കറുണ്ട്. ഈച്ച് നോട്ട് മാക്സിമൈസ്. ഇതിൻ്റെ ആ ഒരു ബോസ് ട്യൂണിങ്ങിലുള്ളൊരു ഡിഫറൻസ് എന്താണെന്നുള്ളതാണ് അറിയേണ്ടത്. ടൈപ്പ് സി ടു ടൈപ്പ് സി കേബിൾ, അതുപോലെ ഞാൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ റൈറ്റ് ലെഫ്റ്റ് ഇത് കുറച്ചും കൂടെ കുഷനി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കുഷൻ കൊണ്ടുള്ളൊരു കവറിങ് ഉള്ളതുകൊണ്ട് തന്നെ സൗണ്ട് അകത്ത് കയറുന്നതേ ഇല്ല. നല്ല വെൽ പാക്ഡ് ആണ് ഈ എസിൽ. ഇതിൻ്റെ ഈ കവറിങ് ഇറ്റ് സെൽഫ് ആസ് തന്നെ ANC. ഇവിടെയാണ് ANCയുടെ ബട്ടൺ. സൗണ്ട്സ് ഒന്നും കേൾക്കാൻ വയ്യ കേട്ടോ. ഇതാണ് ANC. ഇപ്പം ഞാൻ ഫുൾ വോളിയത്തിലിട്ടാണ് കേട്ടത്. അപ്പോൾ ആ സമയത്ത് ശ്രദ്ധിക്കുന്നൊരു കാര്യം എന്ന് വെച്ചാൽ സാധാരണ ഫുൾ വോളിയം കൂടുമ്പോഴാണ് ഇതങ്ങോട്ട് ചെതറാൻ തുടങ്ങുന്നത് സ്പീക്കേഴ്സ് എല്ലാം കൂടെ. പക്ഷേ ഇത് ഫുൾ വോളിയം ആവുന്ന സമയത്ത് ബേസിനെ ഒന്ന് നോർമലൈസ് ചെയ്തുകൊണ്ട് കുറച്ചും കൂടെ ഒരു ബാക്കിയുള്ള ഇൻസ്ട്രുമെൻസും കൂടെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാറുന്നുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വോളിയം കൂട്ടുമ്പോൾ പൊതുവേ ഹെഡ്സെറ്റ്സിലൊക്കെ ഇപ്പോൾ അതിലും ഫീൽ ചെയ്തതാണ്. അങ്ങോട്ട് വോളിയം കൂട്ടുന്നതിനനുസരിച്ച് ഭയങ്കര ബാസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കൂടെ ഒറ്റയടിക്കാനുള്ള കൂടുന്നത്. പക്ഷേ ഇതിൽ അങ്ങനെയല്ല. ഇതിൽ ആ ഒരു വോളിയം കൂടുന്നതിനനുസരിച്ച് ബാസിനെയൊക്കെ ഒന്ന് ഒരു മീഡിയം ലെവലിലോട്ട് പിടിച്ചുകൊണ്ട് ആ ടോട്ടൽ ആ ഒരു മ്യൂസിക് നമ്മൾ ലിസൺ ചെയ്യുന്നതിൻ്റെ ആ ഒരു ഇമ്മേഴ്സീവ് എഫക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. സോ ഇതിൽ ഇനി മൂവിയൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലേ അറിയാവുള്ളൂ ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു എഫക്റ്റ് എന്താണെന്നുള്ളത്. അതുപോലെ ഇതിലിങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ഇതെടുത്ത് വെക്കുന്ന സമയത്ത് ഇത് ആക്റ്റീവ് ആവുന്നുണ്ട്, അല്ലാത്ത സമയത്ത് അങ്ങ് ഓഫ് ആവുന്നുണ്ട്. എടുക്കുമ്പോൾ ഓഫ് ആവുന്നുണ്ട്. സോ അതിലെന്തോ സെൻസേഴ്സൊക്കെ വെച്ചിട്ടുണ്ടാവുമായിരിക്കും. സോ ഇത് കമ്പാരിറ്റീവ്ലി ഒത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ള ഹെഡ്സെറ്റാണ്. എന്നെ പോലുള്ളവർക്ക് ബോസിൻ്റെ സൗണ്ട് സിഗ്നേച്ചറൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഈ ഒരു സാധനം മാത്രമേ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഈ സാധനം എനിക്കിപ്പോൾ എഡിറ്റൊക്കെ ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചെക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിത് വാങ്ങിച്ചത്. അപ്പോൾ എന്തായാലും ഇത് ഞാനിനി ത്രൂ ഔട്ട് യൂസ് ചെയ്യാൻ പോകുന്ന ഒരു സാധനമാണ്. വീട്ടിൽ വെച്ച് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ യൂസ് ചെയ്തിട്ടൊരു 6 months ഒരു എക്സ്പീരിയൻസ് ഞാൻ എന്തായാലും ഷെയർ ചെയ്യാം. എന്തായാലും വേറെ കുറച്ച് പ്രോഡക്റ്റ്സ് ഞാൻ വാങ്ങിയിട്ട് ഇതുവരെ റിവ്യൂ ചെയ്യാത്ത കുറച്ച് സാധനങ്ങളുണ്ട്. ഇതെങ്ങനെ കേട്ടത്? എൻ്റെ സെൻസർ ഇവിടെ കണ്ടാണ്. യെസ്, കപ്സിനകത്ത് കണ്ടാണ് സെൻസർ വരുന്നത്, അല്ലെങ്കിൽ ആ പ്രസ്സിലാണ് വരുന്നത്. സോ കപ്പ് ഈ മെഷീനകത്ത് വല്ലതും സെൻസേഴ്സ് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ. ഓഫ് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, കിടന്നു. പാത്തവാനത്തെ താണ്ടി എൻ കാതലെ കാപ്പനാനാ